നമ്മൾ ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് ലിസ്റ്റിനെ കുറിച്ചാണ്. നമുക്ക് പൊതുവേ ഇപ്പോൾ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മളൊരു പിന്നെ പാരഗ്രാഫെല്ലാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എസ് എല്ലാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതും. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ലിസ്റ്റ് രീതിയിൽ നമ്മൾ കാണിക്കേണ്ട ഡാറ്റയ്ക്ക് വേണ്ടി HTML ഉള്ള ഒരു ടാഗാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് രണ്ട് രീതിയിലുള്ള ലിസ്റ്റിംഗ് ഉണ്ട്. ഒന്ന് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓർഡർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1 2 3 4 5 എന്നെല്ലാം പറഞ്ഞ ഓർഡറിൽ നമ്മൾ കാണിക്കുന്ന ലിസ്റ്റ്. പിന്നെ ബുള്ളറ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു പർട്ടിക്കുലർ ഓർഡർ ഇല്ലാതെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വേർഡ് ഡോക്യുമെന്റ്, ഇത് മൈക്രോസോഫ്റ്റ് വേർഡാണ്. വേർഡിൽ നമുക്ക് ഇവിടെ 2-3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇവിടെ ശരിക്കും ഈ കാണുന്നതെല്ലാം ഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ കേരള, പിന്നെ കർണാടക, എന്തെങ്കിലും പെർട്ടിക്കുലർ എന്തെങ്കിലും കേസിൽ നമ്മൾ ഫസ്റ്റ് പ്ലേസ് കേരള, അങ്ങനെ സെക്കൻഡ് പ്ലേസ് ഇന്ന സ്റ്റേറ്റ്, അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ ഓർഡറിന്റെ ബേസിലുള്ളതാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ഓർഡർ ഒന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് പിന്നെ പിന്നെ അതേപോലെ എന്തെങ്കിലും ജസ്റ്റ് ഒരു ഓർഡറിലൊന്നും അല്ലാതെ ജസ്റ്റ് നമുക്ക് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് മാത്രം നമ്മൾ കൊടുക്കേണ്ട കേസാണ് ഇതിന് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയാം. ഓക്കെ. അതേപോലെ ഇതിൽ നമുക്കറിയാം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് സ്ക്വയർ ആക്കാൻ പറ്റും, പിന്നെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ പിന്നെ ഇവിടെ നമുക്ക് ഓർഡേർഡ് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിന് നമ്പർ ഉണ്ട്, ആൽഫബറ്റ് ഉണ്ട്, റോമൻ ലെറ്റർ ഉണ്ട്, അങ്ങനെയുള്ള ഡിഫറെൻ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് ഈ പർപ്പസിനുള്ളത് തന്നെയാണ് HTML ഉള്ള ഓർഡർ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അൺഓർഡേർഡ് എന്നുള്ളതിൻ്റെ യു, അതേപോലെ ലിസ്റ്റ് എന്നുള്ളതിൻ്റെ എല്ലാം കൂടെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഐറ്റംസിനെ ലിസ്റ്റ് ഐറ്റം എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമുള്ള LI വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ആ ലിസ്റ്റ് കാണാൻ പറ്റും. ഓക്കെ. ഇതിൽ നമുക്കൊരു പെർട്ടിക്കുലർ ഓർഡർ ഒന്നുമില്ല, നേരെ ബുള്ളറ്റ് പോയിന്റ് ആയിട്ടാണ് വരുന്നത്. ഡിഫോൾട്ട് എന്നുള്ളത് സർക്കിൾ ആണ് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് വരിക. ഇവിടെ നമുക്ക് പിന്നെ ഇനി ഇത് സർക്കിളിന് പകരം എനിക്ക് വേണ്ടത് എനിക്ക് പിന്നെ ഏത് സെലക്ട് ചെയ്യാം. ലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, എന്ത് സ്റ്റൈലിൽ കൊടുക്കാൻ പറ്റും. അതിൽ സർക്കിൾ ഉണ്ട്, പിന്നെ ഡിസ്ക് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാനതിനെ സ്ക്വയർ എന്നുള്ളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ക്വയർ ആയിട്ട് മാറും. അത് സ്ക്വയർ ആയിട്ട് മാറി. അതേപോലെ നമുക്ക് വരുന്ന വേറൊന്ന് ആണ് ഓർഡേർഡ് ലിസ്റ്റ്. OLന്റെ ഓർഡേർഡ് എന്നുള്ളതിൻ്റെ ഓയും ലിസ്റ്റിൻ്റെ എല്ലാം കൂടെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ലിസ്റ്റ് ഐറ്റം എന്നുള്ളത് കോമൺ ആണ്, എല്ലാത്തിനും ഒരുപോലെ തന്നെ വരുന്നത്. ഇവിടെ നമുക്ക് ഇതേപോലെ നമുക്ക് പിന്നെ ഓർഡർ വെച്ചിട്ട് കാണിക്കാം. ഡീഫോൾട്ടായിട്ട് 1 2 3 ആണ് വരിക. ഇവിടെ നമുക്ക് സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് പിന്നെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒരു ലോവർ റോമൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോവർ റോമൻ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ റോമൻ ലെറ്റർ ലോവർ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ അപ്പർ റോമൻ ഉണ്ട്, ലോവർ ആൽഫ ഉണ്ട്. ആൽഫ എന്ന് പറഞ്ഞാൽ ABC എന്നുള്ളത് ആയിട്ട് വരും. അതേപോലെ അപ്പർ ആൽഫ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ലിസ്റ്റിൻ്റെ രണ്ട് കാര്യങ്ങൾ. ലിസ്റ്റ് എന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും. ഇത് നമുക്ക് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും.
ഓക്കെ. ഇപ്പോൾ ഇത് ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇനി എനിക്ക് പിന്നെ ഇതിനെ CSS വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഡിഫറെൻറ്റ് രീതിയിൽ ഇതിൻ്റെ ഇപ്പം ഞാനിത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായത് ബോക്സ് ടൈപ്പാണ് അല്ല, ഇത് ബോക്സ് ടൈപ്പാണ്. ഈ UL-ഉം LI എന്നെല്ലാം പറയുന്നത് ബോക്സ് ടൈപ്പാണ്. അല്ലാതെ അതിൻ്റെ സ്പേസിനനുസരിച്ചുള്ള വിടുത്തല്ല എടുത്തിട്ടുള്ളത്, ഫുൾ വിടുത്താണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. നമുക്കിതിനെ ഈ ബോക്സ് ടൈപ്പ് ഉള്ളതിനെ വേണമെങ്കിൽ നമുക്ക് ഇൻലൈൻ ആക്കാൻ പറ്റും. ഓക്കെ, ഇൻലൈൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ LIക്കാണ് ഡിസ്പ്ലേ ഇൻലൈൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് ഇൻലൈൻ ആയിട്ട് മാറി. ഞാൻ ഈ UL കൊണ്ടുവന്നിട്ട് ഇൻലൈൻ ബ്ലോക്ക് ഇങ്ങനെയുള്ള എനിക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മൾ പിന്നീട് കവർ ചെയ്യും. ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ ഇതിൻ്റെ ബിഹേവിയറിൽ നമുക്ക് CSS ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അതുപോലെ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാം. പക്ഷേ നമുക്ക് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പാണ്, ഓർഡർഡ് ലിസ്റ്റും അൺഓർഡർഡ് ലിസ്റ്റും ആയിട്ടുള്ളതാണ് നമുക്ക് വരുന്നത്. ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് ടൈപ്പിൽ വരുന്ന എലമെൻ്റ് ആണ്.